പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഹകാരായിട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല. കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിഷ്ടമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. തള്ളി പറയുന്ന അതേസമയം തന്നെ ഇന്നലെയാണ് ഈ DC ബുക്സ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. ഇങ്ങനെ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നു, EP-യുടെ അപ്രിയ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പക്ഷെ അപ്പോഴൊന്നും നിഷേധിക്കുന്നേ ഇല്ല ആരും. ഇന്ന് വിവാദമായപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താൻ പോലും ഉണ്ടാക്കുന്നത്. അല്ല, അത് ജയരാജനോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ്, കേൾക്കുകയും ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്. വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനോട് പ്രതികരിച്ചത്. തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് EP ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിന് പറയാൻ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല. ജയരാജനല്ലേ പറഞ്ഞത്? ജയരാജനല്ലേ മനസ്സിലാക്കുക? പരിശോധിക്കണം. ആർക്കായിരിക്കും തടസ്സം? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജയരാജൻ പറഞ്ഞതല്ലേ? ജയരാജൻ പറയുമ്പോഴും ജയരാജന്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ. നമുക്ക് ആകെ പരിശോധിക്കാലോ. 180 ഒന്നുമില്ല. അറിയില്ല, നമുക്കെങ്ങനെയാ പറയാൻ സാധിക്കുക? ഏതോ ആകാശത്ത് കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യത? അതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ്. DC ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്. ഇപ്പോഴത്തെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ MP ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? റിപ്പോർട്ടർ ചാനലാരാ? ഇവിടെ ആരാ പ്രകടിപ്പിച്ചത്? വെറുതെ ഓരോ കാര്യങ്ങൾ എഴുതി അടിച്ചു വിടുകയാണ്. എന്നോട് പറയാനേ ഇല്ല. വർത്താനം തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. പാർട്ടിക്കെതിരെയല്ലേ? പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് EP പ്രഭാഷണം പറയുന്നത്. അങ്ങനെയാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടി പരിശോധിക്കുമോ? ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടിക്ക് തന്നെ നിയമ നടപടിയെ മുന്നോട്ട് പോയിക്കൂടും മാഷെ. അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പാർട്ടിക്ക് തന്നെ അതിനകത്ത് നിയമപരമായി മുന്നോട്ട് പോയിക്കൂടെ? EP ജയരാജന്റെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. ഈ പാർട്ടിക്ക് തിരിച്ചടിയല്ലേ മാഷെ? ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അപ്പോൾ അത് പരിശോധിക്കില്ലേ? എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു.